ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര ഗോമതിയോട് പറയണ്ട്, അപ്പച്ചി ടെൻഷൻ അടിക്കാതെ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസമല്ലേ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഗോമതി പറയാട്ടോ, അങ്ങനെയല്ല മോളെ, ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് നല്ലത് വരണമെന്നും വെച്ചിട്ടും ആപത്ത് വരാതിരിക്കാനും നമ്മൾ ആ പൂജ ചെയ്തത്. പക്ഷേ അതൊന്നും ശരിയായില്ല, അത്ര വിജയകരമായി പൂർത്തീകരിച്ചില്ല എന്നൊക്കെയല്ലേ അന്ന് എന്നൊക്കെ ഇപ്പോൾ പോറ്റി പറഞ്ഞു. ആ അത് ശരി. പിന്നെ അന്ന് നീ ഓർക്കുന്നുണ്ടോ എൻ്റെ കാലിൽ ആണി കൊണ്ട് ബ്ലഡൊക്കെ വന്നത്? ആ അതൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് എന്താ എല്ലാവരും കൂടെ പറഞ്ഞത്, രക്തം കണ്ടാൽ നല്ലതാണെന്നല്ലേ? അത് നമ്മളല്ലേ മിത്രേ പറഞ്ഞത്. സ്വാമി പോറ്റി അങ്ങനെ പറഞ്ഞോ? പിന്നെ സ്വാമി പോറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദുരിതങ്ങളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ലായിരുന്നു. എന്ത് ചെയ്യാൻ ദൈവമേ, ആർക്ക് എന്തെങ്കിലും വരുമോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പേടിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അപ്പച്ചി ഇങ്ങനെ പേടിക്കേണ്ടതുണ്ടോ? ടെൻഷൻ അടിക്കാതിരിക്കുക. ആരെങ്കിലും അല്ല മിത്രേ പറഞ്ഞത്. സ്വാമി പോറ്റി ഒരിക്കലും കള്ളം പറയില്ല. അവിടുത്തെ പ്രധാനപ്പെട്ട ആളാ. അദ്ദേഹം പറഞ്ഞ അച്ചട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പരിഹാരമൊന്നും ചെയ്യാൻ പറ്റില്ലേ അപ്പച്ചി? ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല മോളെ. അത് മാത്രമല്ല, സ്വാമി പോറ്റി ഇനി പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ സങ്കടപ്പെട്ട് തിരിച്ച് വന്നു, ഇത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പേടി അതല്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്കോ മരുമക്കൾക്കോ എൻ്റെ ബാലേട്ടനോ ഒന്നും ആപത്ത് വരല്ലേന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. സമാധാനമായിട്ട് ഇരിക്കുക അപ്പച്ചി. എനിക്ക് സമാധാനപ്പെടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. നിങ്ങൾക്കൊക്കെ ആപത്ത് വന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്ത് അപ്പച്ചി സമാധാനപ്പെടുക. ഇനി എന്തെങ്കിലും ഒരു പരിഹാരം എന്തിനെങ്കിലും ഇല്ലാതിരിക്കുമോ എന്നും പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മിത്ര ഗോമതിനെ. ഈ സമയത്ത് നമ്മുടെ അനുമോളെയും കൂട്ടിക്കൊണ്ട് പോയി അലോകിൻ്റെ മുന്നിൽ കൊണ്ടിരുത്തി കൊടുത്തല്ലോ സുകന്യ. അവർ രണ്ടുപേരുടെ അവിടുത്തെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വർത്തമാനം പറച്ചിലും കളിയും ചിരിയും ഒക്കെയാണ്. ഇതെല്ലാം മറിഞ്ഞു നിന്ന് നമ്മുടെ സുകന്യ കണ്ടോണ്ട് നിൽക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് അനുമോളുടെ ദേഹത്ത് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ അലോക്. അപ്പോൾ തന്നെ അനുമോൾ പറയാം, എന്താ ആലോകം ഇങ്ങനെയൊക്കെ ചെയ്യണേ? മിണ്ടാതിരിക്കുക. ഒന്നാതെ സുകന്യ ചേച്ചി അവിടെ നിൽപ്പുണ്ട്, അവർ കണ്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. ഓ പിന്നെ സുകന്യ ചേച്ചി ഇതൊന്നും ശ്രദ്ധിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് എന്നും പറഞ്ഞ് അലോക് വലിയ നല്ല പിള്ള ചമഞ്ഞാട്ടോ മാറി നിന്നിട്ട് സുകന്യൊക്കെ കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കണം, ഇവളൊരു പൊട്ടി പെണ്ണ് തന്നെ, ഞാൻ പറഞ്ഞതെല്ലാം ഇവളങ്ങ് വിശ്വസിച്ചല്ലോ, കൊള്ളാം എന്നും പറഞ്ഞ് ചിരിച്ച് രസിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് മീനാക്ഷി ദേ പറഞ്ഞിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട്. അത് നമ്മുടെ സുകന്യ കാണുമ്പോൾ തന്നെ അന്തം വിട്ടു പോവാ. ഈശ്വര, ഇതുവഴി കടന്നു വരുമ്പോൾ എന്തായാലും അലോകിനെയും അനുമോളെയും കാണും. കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. അങ്ങനെ സുകന്യ ഓടി ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാം, നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്തേക്ക് ഓടി ഒളിച്ചോ. എന്താ എന്താ ചേച്ചി, എന്താ പ്രശ്നം? ഞാൻ പറയുന്നത് പെട്ടെന്ന് കേൾക്ക്, ഓടിപ്പോ. ദേ ആരാ വരുന്നതെന്ന് നോക്ക്, മീനാക്ഷി. കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. ഓടിക്കോ, നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് നിൽക്കില്ലേ, രണ്ടിടത്തേക്ക് ഓടിക്കോ എന്ന് പറയാം. അങ്ങനെ അലോക് പെട്ടെന്ന് അവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് മറിഞ്ഞ് നിൽക്കാട്ടോ. അനുമോൾ അവിടുന്ന് ഓടി കുറച്ച് കാറൊക്കെ പാർക്ക് ചെയ്യുന്ന അങ്ങോട്ട് ഓടുവാണ്. മീനാക്ഷി പെട്ടെന്ന് തന്നെ അത് കാണുക കേട്ടോ, അനുമോൾ ഓടുന്നത്. അനുമോളുടെ ബാക്ക് സൈഡാണ് കാണുന്നത്. ശരിക്കും മീനാക്ഷിക്ക് സംശയം തോന്നുന്നുണ്ടോ, ഇത് അനുമോളല്ലേ, അനുമോളെ പോലെ ഇരിപ്പുണ്ടല്ലോ. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സുകന്യ അവിടെ നിൽക്കുന്നുണ്ട്. സുകന്യ ചേച്ചിയോ, എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാട്ടോ. എടി മീനാക്ഷി, അതെ ഞാൻ വന്നതേ വേറൊന്നിനുമല്ല, ഒരു ആവശ്യമായിട്ട് വന്നതാട്ടോ എന്ന് പറയും. അല്ല, ഇപ്പം അങ്ങോട്ടൊരു കൊച്ചു ഓടിപ്പോയില്ലേ, അത് അനുമോളാണോ? അനുമോളോ? അല്ല, ഞാൻ കണ്ടായിരുന്നല്ലോ അനുമോളെ പോലെ. അല്ലെന്നേ, അത് അനുമോളല്ല. പിന്നെ ഞാൻ വന്നെന്തിനാണെന്നറിയോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അനുമോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അനുമോൾ എന്ത് ചെയ്യുന്നിട്ട് ഇവിടെ ഇല്ല. അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ എന്തോ കാര്യത്തിന് വിളിച്ചിട്ട് അവൾ അങ്ങോട്ട് പോയേക്കുക. ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരും. ബർത്ത്ഡേ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്, കേക്ക് കട്ട് ചെയ്യണമെന്നും പറഞ്ഞു. കഴിഞ്ഞുടനെ ഇങ്ങോട്ട് വരും. ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് ശരി. അപ്പോൾ ചേച്ചി എന്താ അങ്ങോട്ട് പോയില്ലേ? ഞാനെന്തിനാ പോകണേ, അവളുടെ ഫ്രണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി തെറ്റിദ്ധരിപ്പിക്കുക കേട്ടോ. പക്ഷേ മീനാക്ഷി അല്ലേ സംശയം കൊണ്ട് മീനാക്ഷി ആ കാർ പാർക്ക് ചെയ്യുന്ന അങ്ങോട്ടൊക്കെ പോയി നോക്കണം കേട്ടോ. പേടിച്ച് കുറച്ച് അനുമോൾ അവിടെ ഒളിച്ച് നിൽപ്പുണ്ട്. വടപടാ നെഞ്ചിടിക്കുന്നു, മീനാക്ഷി കണ്ടുപിടിക്കുമെന്നും പറഞ്ഞ്. അങ്ങനെ ആ സമയത്ത് മീനാക്ഷി അവിടെ എല്ലാം തപ്പി നോക്കുക കേട്ടോ. ആ സമയം ഉടനെ നമ്മളെ സുകന്യ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെ തപ്പി നടക്കുന്നത്? അല്ലെന്നേ, ഞാനിത് കുറച്ച് കാട് പോലെ കിടപ്പുണ്ട്, ഇവിടെ കുറച്ച് നീലാമരി ഉണ്ടെങ്കിൽ പറിക്കായിരുന്നു. നീലാമരിയാ? അതെന്തിനാ? ഗർഭിണിയായിരിക്കല്ലേ ദേവി ചേച്ചി, ഏട്ടത്തിക്ക് തലമുടിയൊക്കെ വളരാൻ വളരെ നല്ലതാണ്, അതുകൊണ്ട് എണ്ണ കാച്ചാനൊക്കെ കൊള്ളാമല്ലോ, അത് വേണ്ടിയിട്ടാണ് കള്ളം പറഞ്ഞിട്ടാണ് അങ്ങോട്ടൊക്കെ പോയി തപ്പണം കേട്ടോ. പക്ഷേ അനുമോളെ കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ മീനാക്ഷിക്ക് നല്ല സംശയമുണ്ട്. എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല അനുമോളെ കണ്ടില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കാം കേട്ടോ. അപ്പോഴാണ് സുകന്യ പറയുന്നത്, അനുമോളിപ്പോൾ വരും, ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക,
നീ ഒരു കാര്യം നീ പൊക്കോ. അല്ല അവൾ വന്നിട്ട് പോവാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സുകന്യ പറയാം, എടി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ പേടിക്കരുത്. ഇല്ല സുകന്യ ചേച്ചി പറഞ്ഞോ, നീ പേടിക്കരുത്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ സുകന്യ ചേച്ചി എന്ന് പറയാട്ടോ. ആ സമയത്ത് സുകന്യ പറയാണ്, മീനാക്ഷി നീ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറയില്ലേ ഒരു പാമ്പുണ്ട്, നീ തിരിഞ്ഞു നോക്കല്ലേ എന്ന് പറയാട്ടോ. അയ്യോ പാമ്പോ, അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചങ്ങോട്ട് മാറി നിൽക്കാട്ടോ. എന്നിട്ടും പതുക്കെ പോയി. ആ സമയം കൊണ്ട് മീനാക്ഷി അങ്ങോട്ട് തിരിയണ സമയം കൊണ്ട് നമ്മുടെ അനുമോൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടോ. ഇനി മീനാക്ഷിക്ക് കാണാനും കഴിയില്ല തിരിഞ്ഞു നോക്കിയാലും. അതിന് വേണ്ടിയിട്ടുള്ള അടവായിരുന്നു സുകന്യയ്ക്ക്. അങ്ങനെ മീനാക്ഷിയെ പേടിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിടാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ പൊക്കോ. ഇനി പിന്നൊരു കാര്യം, നീലാംബരി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാട്ടിൽ കയറുമ്പോഴേ ഇതുപോലെ വല്ല പാമ്പും കാണും. പക്ഷേ ഞാൻ കണ്ടില്ലല്ലോ പാമ്പിനെ, ചേച്ചി മാത്രം ഇങ്ങനെ കണ്ടു. അതാ പറയണത്, എല്ലാവരുടെ കണ്ണിലും എല്ലാം കാണണമെന്നില്ല, നീ പൊക്കോ. അങ്ങനെ മീനാക്ഷി അവിടുന്ന് പറഞ്ഞു വിടാണ്. സുകന്യ അനുമോളോടും അതുപോലെ അലോകിനോടും പറയുന്നുണ്ട്, കണ്ടോ അവളിപ്പോൾ കണ്ടിരുന്നെങ്കിൽ ആകെ കുഴപ്പമായനെ. അതോടുകൂടി നമ്മുടെ അനുമോൾക്ക് ആകെ ടെൻഷനും പേടിയൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ എന്നെപ്പോലെ കണ്ടു ഉറപ്പാണ്. അപ്പോൾ സുകന്യ പറഞ്ഞു, നിന്നെ കണ്ടു, പക്ഷെ നീയാണെന്ന് മനസ്സിലായിട്ടില്ല. സാരമില്ല, ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ ചോദ്യം ഉണ്ടാവും, അതിന് മറുപടി കൊടുക്കാൻ നീ തയ്യാറായിരുന്നോ? അതും കൂടെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അനുമോൾ പേടിക്കാട്ടോ. വീട്ടിൽ വന്ന് എന്തായാലും മീനാക്ഷി ചേച്ചി ക്വസ്റ്റ്യൻ ചെയ്യും, ഞാൻ എന്താ പറയുക, അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീട്ടിലെത്തി മീനാക്ഷിയാണെങ്കിൽ മിത്രയോട് ചോദിക്കുന്നുണ്ട്, മിത്രേ അനുമോൾ എന്ത് ചെയ്യുന്നു? അനുമോൾ ഇവിടെ ഇല്ല ചേച്ചി, എവിടെ പോയതാ? അവളൊരു ഷോപ്പിംഗ് കൊണ്ടെന്ന് പറഞ്ഞ് പോയി. ആരുടെ കൂടെ? ഒറ്റയ്ക്കാണോ പോയത്? ഒറ്റയ്ക്കല്ല, സുകന്യ ചേച്ചി പോയപ്പോൾ കൂടെ പോയതാ. അത് എന്താ? ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി. എന്താ ചേച്ചി? ചേച്ചിയുടെ മുഖത്തൊരു പേടി പോലെ. കാര്യം പറ. ഒന്നുമില്ല മിത്രേ, എനിക്ക് മനസ്സിലായി കാര്യമൊക്കെ. എന്താ കാര്യം? അമ്മ വിളിച്ചിരുന്നു, അപ്പച്ചി ഇവിടുന്ന് വിളിച്ചിരുന്നു അല്ലേ ചേച്ചീനെ? എന്നെയോ? എന്താ കാര്യം? അല്ല, ഇവിടെ അപ്പച്ചി പേടിച്ച് പറിച്ചിരിക്കുകയാണ്. എന്തിന്? അതെ, സ്വാമി പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് പൂജ ചെയ്തതൊന്നും സക്സസ് ആയില്ലെന്നും പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ എന്തോ വലിയ ആപത്ത് വരാനിരിക്കുകയാണെന്നും പറഞ്ഞ് പേടിച്ചാണ് ഇവിടെ കിടന്നുകൊണ്ട് കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. ഒരുവിധം ഞാൻ സമാധാനിപ്പിച്ച് വച്ചേക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ചേച്ചിക്ക് ബസ് കിട്ടിയോ, ചേച്ചി ഇനി എത്തിയോ, ചേച്ചി നടന്നാണോ വരുന്നത്, വണ്ടിയിലാണോ വരുന്നത്, സൂക്ഷിച്ച് വരണേ എന്നൊക്കെ പറയാനായിട്ട് വിളിച്ചിട്ടുണ്ടാവുമെന്ന്. ഇല്ല, അമ്മ എന്നെ വിളിച്ചില്ല. അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? നമ്മൾ ഈ ആൾദൈവങ്ങളെ ഒന്നും പറയണ വിശ്വസിക്കരുത്, ദൈവത്തെ മാത്രം വിശ്വസിച്ചാൽ മതി. അമ്മയ്ക്ക് ദൈവവിശ്വാസം ഇല്ലേ? ദൈവവിശ്വാസം ഇല്ലെന്നോ? നീ എന്താടി പറയുന്നത്? ഞാൻ അങ്ങനെയല്ലേ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, പിന്നെ എന്തിന് എടി? അങ്ങനെയല്ല, ഈ സ്വാമി പോയിട്ട് പറഞ്ഞത് നീയും അന്ന് കേട്ടതല്ലേ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അന്നൊന്നും ശരിയായിട്ടില്ല നമ്മൾ പൂജ ചെയ്തെങ്കിലും. അമ്മ ഒരു കാര്യം ഓർത്തു നോക്ക്, ഇങ്ങനെ ഓരോരുത്തരും പറയണമെന്ന് വിശ്വസിച്ചിരുന്നാലേ ജീവിതകാലം മുഴുവനും പൂജയും വഴിപാടുമായിട്ട് നടക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഇതുപോലെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, മെഡിസിൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ 2018 ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ സമയത്ത് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചിരുന്നു ഈ വർഷം മഴ ലഭിക്കില്ല എന്ന്. എന്നിട്ടും എന്തോരം വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ആൾദൈവങ്ങളാണോ? പറയും പോലെയാണോ ഓരോന്ന് നടക്കുന്ന? അമ്മേ പറ, അതൊക്കെ ശരിയായിരിക്കൂടി, പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇതിലും അങ്ങനെ തന്നെയാണ്. അമ്മ ഇങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നടക്കല്ലേ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറയാം, കുടുംബത്തിലെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്നതിൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ. നിങ്ങളൊക്കെ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവരാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ അറിയാം അമ്മേ. മിത്രേ പറഞ്ഞു കൊടുക്ക്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോൾ അപ്പച്ചിക്ക് ചേച്ചി പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഒരു കൈനോട്ട കാര്യം വന്ന് എന്തേലും അങ്ങ് പറയും, അതങ്ങ് വിശ്വസിക്കും, അതിൻ്റെ പുറകെ പോയി പിന്നെ വഴിപാട് പൂജ എന്നൊക്കെ പറഞ്ഞ് ജീവിതകാലം മുഴുവൻ നടന്നാലേ അതിനല്ല ഫലം കിട്ടുക. നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മളെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുണ്ടാമേ, ആരോടും ഒരു ദ്രോഹവും ഇന്നേ വരെ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? പറ. അങ്ങനെ ഒരു ശിക്ഷയും നമുക്ക് ദൈവം തരില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈശ്വരൻ അങ്ങ് തട്ടി മാറ്റിക്കോളും. അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് മീനാക്ഷി പറഞ്ഞു കൊടുക്കാനാണ്. പക്ഷേ ഇതേ സമയം നമ്മൾ മിത്രയും പറയാനുണ്ട്, അപ്പച്ചി അനാവശ്യമായിട്ടാണ് ഈ പേടിച്ചിരിക്കുന്നത്, ഇങ്ങനെ പേടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. അല്ലടി, ഓരോരുത്തരും പുറത്തിറങ്ങി ജോലിക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. എന്തെങ്കിലും ആപത്തോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുള്ള വിഷമോ. അപ്പോൾ ഇനി ആ സ്വാമി പോയിട്ട് എന്താ പറയുന്നത്? പുതിയ പൂജ ചെയ്യണമെന്നോ പരിഹാരം ചെയ്യണമെന്നോ? ഇനി ഇതിനൊന്നും പരിഹാരം ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യണ്ടേ? അതൊക്കെ കൊണ്ടാണ് എൻ്റെ ഗുരുവായൂരപ്പൻ അത് വീട്ടിലൊരു ആപത്തും വരുത്തില്ലേ എന്നൊക്കെ പറഞ്ഞു ഗോമതി സങ്കടപ്പെട്ടും പ്രാർത്ഥിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മീനാക്ഷി വീണ്ടും പറയുന്നുണ്ട്, കേട്ടോ ദൈവത്തെ വിളിക്കാമേ, നമുക്ക് ദൈവവിശ്വാസമാണ് വലുത്. ഈശ്വരനുണ്ടെന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചത് നമുക്കൊന്നും വരില്ല, അത് അമ്മയ്ക്ക് അറിയാമെന്നുള്ളതാണല്ലോ. ഈ ആൾക്കാർ പറയണമെന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് മീനാക്ഷി ഗോമതിനെ സമാധാനിപ്പിക്കുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു
വീണ്ടും സുകന്യ നമ്മുടെ അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അനുമോളെ, നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മീനാക്ഷി ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാ ഉത്തരങ്ങളും നീ കൃത്യമായിട്ട് പറയണം. പക്ഷേ ഞാൻ അവളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ നിൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയെന്നും പിന്നെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനാണ്, അത് കഴിഞ്ഞാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയെന്നും ഇതുപോലെ നീ പറഞ്ഞേക്കണം, പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നിർദ്ദേശം കൊടുത്തേക്കേണ്ട എപ്പിസോഡ് ടീച്ചറുടെ എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്